മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെരുപ്പഴിച്ചിട്ട് കയറൂ, നിങ്ങളൊരു വിശുദ്ധമായ തുവാ താഴ്വരയിലാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നക വാദിൽ മുഖദ്ദസി തുവാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തുവാ താഴ്വര അല്ലെങ്കിൽ വിശുദ്ധമായ താഴ്വരയാണ് ഈ കാണുന്നത്. ആ താഴ്വരയിലേക്കുള്ള എൻട്രൻസിൽ തന്നെയായിട്ട് ചെറിയൊരു കുന്നിന്റെ മുകളിൽ ഇതുപോലൊരു ചെറിയൊരു ചാപ്പലും അതേപോലെ അതിൻ്റെ അടുത്ത് ചെറിയൊരു പഴയ ഒരു കെട്ടും കാണും. ഇതാണ് അത്ര മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ മക്ബറ എന്നാണ് പറയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ ഉള്ളത് സെന്റ് കത്രീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈജിപ്തിലെ സീന എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈജിപ്തിൽ വരുന്ന ഏതൊരാളും അല്ലെങ്കിൽ ഏതൊരു മുസ്ലിമും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ തൂരി സീന പർവ്വതവും അതേപോലെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഉറങ്ങുന്ന ആ താഴ്വരയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാനത്തിലുള്ള ഒരു അങ്ങാടിയിലാണുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ തൂരി സീനയിലേക്കും അല്ലെങ്കിൽ ആ ഒരു ചരിത്രം തേടി പോകുന്നവർ മാത്രം പോകുന്ന വഴിയാണ്. കാരണം ഇനി അങ്ങോട്ട് മലനിരകളാണ്, നിങ്ങൾ കാണുന്നത് പോലെയുള്ള ഗംഭീരമായ മലനിരകളാണ്. ഇതിൻ്റെ ഒരു ഇങ്ങനെ പോയിട്ടുള്ള ഒരു മലന്റെ മുകളിൽ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് മൂസാ നബി അലൈഹി സ്വലാം സംസാരിക്കുന്നതും മറ്റുമൊക്കെ. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ നിന്ന് തലേ ദിവസം പുറപ്പെട്ടിട്ട് ഏകദേശം 24 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു സീനായ് പ്രദേശത്ത് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. സത്യത്തിൽ നമ്മൾ ഇവിടെ എത്തുന്നത് മുതൽ ഇവിടുത്തെ ഒരു മലഞ്ചെരുവുകളും താഴ്വരകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്കും നമ്മൾ ഇതിലേക്ക് ഒരു വല്ലാത്തൊരു ഒരു പ്രത്യേക അനുഭൂതി കടന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് അങ്ങനെ കേട്ടോ. കാരണം ഇവിടെ വെച്ചിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം ചെരുപ്പ് ഊരുന്നതും പിന്നീട് അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പോകുന്നതും മറ്റുമൊക്കെ. ഈ ഒരു താഴ്വരയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ കാണുന്ന സെന്റ് കത്രീൻ മൊണാസ്ട്രി തന്നെയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ വാദിൽ മുഖദ്ദസ് അല്ലെങ്കിൽ ഈ തുവാ താഴ്വര അല്ലെങ്കിൽ സീനായ് താഴ്വരയും മലയും കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമല്ല, മുസ്ലിംസിന് മാത്രമല്ല, നേരെ മറിച്ച് സമാവി ആയിട്ടുള്ള 3 മതങ്ങൾക്കും, അതായത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ് അതേപോലെ തന്നെ ജൂതന്മാരും, ഇവർ 3 മതത്തിലും പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ സീനായ് താഴ്വരയും അല്ലെങ്കിൽ തുവാ താഴ്വരയും ഈ ഒരു ഏരിയ ഒക്കെ. അതുപോലെ തന്നെ തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും ഒക്കെ പ്രത്യേകം പരാമർശിക്കപ്പെട്ട ഒരു താഴ്വരയാണ്. സ്വാഭാവികമായിട്ടും ഈ 3 മതവിഭാഗങ്ങളിലെ ആളുകളും വരികയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക എന്താ പറയുക ചരിത്ര സ്ഥലം കൂടിയാണ് ഈ ഒരു വാദിൽ മുഖദ്ദസ് തുവാ. ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറിയതാണ്. മൊത്തത്തിൽ ഈ വാദിയുടെ ഒരു രൂപം കിട്ടാനും അത് മനസ്സിൽ നിന്ന് പോകാതിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ഹൈറ്റിൽ നിന്ന് നോക്കുക എന്നുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങൾ വന്നിട്ടുള്ള ബസ്സുകൾ, കാറുകൾ, കാര്യങ്ങളൊക്കെ അവിടെ കാണാം. പല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ, യൂറോപ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഫിലിപ്പീൻസ് ഉണ്ട്, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളെയും പല മതക്കാരെ ഞങ്ങൾ കണ്ടു. അതായത് മുസ്ലിംസ് മാത്രമല്ല, ക്രിസ്ത്യൻസിനെ കണ്ടു, അതേപോലെ തന്നെ ജൂതന്മാരെ കണ്ടു. അപ്പോൾ അവരൊക്കെ വരികയും സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ വാദിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവം ഈ കാണുന്ന ബോർഡാണ്. മഖാമുൻ നബി ഹാറൂൻ അലൈഹി സ്വലാം അല്ലെങ്കിൽ ദി ടോംബ് ഓഫ് പ്രൊഫറ്റ് ഹാറൂൻ അലൈഹി സ്വലാം എന്ന് പറയുന്ന ഒരു ബോർഡും അതിന്റെ പിന്നിൽ നോക്കിയാൽ ഒരു കുന്നിന്റെ മുകളിലായിട്ട് ഇതേപോലെ ചെറിയൊരു ചാപ്പൽ, ഒരു ക്രിസ്ത്യൻ പള്ളിയും അതിന്റെ അടുത്ത് ചെറിയ ഒരു പൊളിഞ്ഞു പോകാനായ ചെറിയൊരു ഒരു കൂടാരം പോലത്തെ ഒരു ചെറിയ ഒരു എന്തായാലും പറയാ ഒരു ചെറിയൊരു നിർമ്മാണം. നിങ്ങൾക്ക് അടുത്ത് കണ്ടാൽ മലയാളത്തിൽ എന്താ പറയാൻ എനിക്കറിയാം. ഏതായാലും അതാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ വാദിയിൽ ഒരുപാട് സംഭവങ്ങൾ കിട്ടും. അപ്പോൾ സാമിരി എന്ന് പറയുന്ന ആള് മറ്റേ സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ച കാളക്കുട്ടിയെ നിർമ്മിച്ച ഏരിയകൾ, അതേപോലെ മൂസാ നബി അലൈഹി സ്വലാം ചെരുപ്പ്, ഇത് ഇസ്ലാമിക് വെർഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം നമുക്ക് അതേ അറിയുള്ളൂ, മറ്റുള്ള മതം എങ്ങനെയാണ് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ചെരുപ്പ് ഊരി വെച്ച ഭാഗം, കാരണം പിന്നീട് ആ ഒരു തജല്ലിയുള്ള ഭാഗത്തേക്ക്, ആ ഒരു മലന്റെ മുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ പോയത്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ ഒരു വാദിയിലുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് വെച്ചാൽ ഈ ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ മക്കാമാണ് അല്ലെങ്കിൽ മക്ബറയാണ് എന്നൊക്കെ പറയപ്പെടുന്ന ഈ സംഭവമാണ്. അപ്പോൾ ഞാൻ ആ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നടന്ന് കയറാൻ പറ്റുന്ന മറ്റൊരു വഴിയുണ്ട്, അത് കുറേ ദൂരത്തിലായതുകൊണ്ട് ഇതിൽ നേരെ ഷോർട്ട് കട്ട് അടിക്കുകയാണ് നേരെ മലന്റെ മുകളിലേക്ക്. ഇത് ഇങ്ങനെ കയറുന്ന വഴിയല്ലാത്തതുകൊണ്ട് തന്നെ പിടിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജ്യേഷ്ഠനായിരുന്നു ഹാറൂൻ നബി അലൈഹി സ്വലാം. നമുക്ക് അറിയാവുന്നതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിനെ എല്ലാ കാര്യത്തിലും സഹായിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മകളിലൊന്ന് ചെയ്തിട്ടുള്ള ഒരു സഹോദരങ്ങൾ കൂടിയാണ് മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാം. കാരണം ഒരു സഹോദരന് തന്റെ സഹോദരന്റെ കാരണം കൊണ്ട് നുബുവത്ത് കിട്ടി അല്ലെങ്കിൽ നബിയാക്കപ്പെട്ടു എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമാണ്. കാരണം മറ്റേതെങ്കിലും ഒരു സഹോദരൻ അങ്ങനെ സ്വന്തം സഹോദരനെ നബിയാക്കിയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഖുർആനിൽ ഏകദേശം 20ഓളം സ്ഥലങ്ങളിൽ പല രീതിയിലായിട്ട് ചരിത്രം പറഞ്ഞിട്ടുള്ള ഒരു മഹാനായ നബിയാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം. പക്ഷെ ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ സ്വന്തം വ്യക്തിത്വം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നബി ആ ഒരു രീതിയിലുള്ള ചരിത്രങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്നിടത്താണ് മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ ചേർത്തി പറയുക എന്ന് മാത്രമാണ്. അതായത് മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജ്യേഷ്ഠനായിരുന്നു. എത്ര വർഷത്തിന് എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. 1 വർഷമെന്നും 3 വർഷമെന്നും 2 വർഷം 3 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും പ്രബലമായി പറയാറുള്ളത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ 3 വയസ്സിന് മൂത്തതായിരുന്നു മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം എന്നാണ്.
കാരണം ഫിറഔന്റെ ആ ഒരു വിഷയം, അതായത് തന്നെ ഈ ഒരു ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുട്ടി തന്നെ വധിക്കും അല്ലെങ്കിൽ തന്റെ സാമ്രാജ്യം ഇല്ലാതാക്കും എന്ന് പറയുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ കൊല്ലാൻ ആരംഭിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു വർഷത്തിലാണ് മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം ജനിച്ചത് എന്നും, അതല്ല ഈ ജനിക്കുന്ന കുട്ടികളിൽ ഓരോ വർഷം ഇടവിട്ടായിരുന്നു ഇവരെ വധിച്ചിരുന്നത്. അതായത് ഒരു വർഷം കുട്ടികളെ എന്ത് ചെയ്യില്ല, വധിക്കൂല, പിന്നെ ഒരു വർഷം എന്ത് ചെയ്യും, ജനിക്കുന്ന കുട്ടികൾ ആൺകുട്ടികളെല്ലാം വധിക്കും. അങ്ങനെ സാഹചര്യത്തിൽ ആ ഒരു വധിക്കാത്ത വർഷത്തിലാണ് മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം ജനിച്ചിരുന്നത് എന്ന് മറ്റൊരു കൗല്. ഏതായാലും ഈ കുന്നിന്റെ മുകളിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഈ കുന്നിന്റെ ഏറ്റവും ടോപ്പ് വശത്ത് ഇതേപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു റൂം പോലെ ഒരു പഴയ കെട്ടാണ് ഈ ഒരു സംഭവം. ഇതിന്റെ എൻട്രൻസിൽ ഒരു വാതിലൊന്നുമില്ല, ജസ്റ്റ് ഒരു എൻട്രൻസ് ഉണ്ട്. അതിൻ്റെ അടുത്തും ഇതേപോലെ മഖാമുൻ നബി ഹാറൂൻ അലൈഹിസ്സലാം എന്ന് ഇവിടെ എഴുതി വെച്ചതായിട്ട് കാണാം. ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു പച്ച പട്ടൊക്കെ വിരിച്ചിട്ടുള്ള ഒരു ഖബർ കാണാം. സത്യത്തിൽ ഒരു റൂമിൽ ഒരു ഖബറിന്റെ അത്ര വലുപ്പം മാത്രമേ ഈ റൂമുള്ളൂ. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് അകത്ത് കയറി നോക്കാം. അതേപോലെ തന്നെ മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം എവിടെയാണ് വഫാത്തായി കിടക്കുന്നത്, അവരുടെ മക്ബറ എവിടെയുള്ളത്, ഒരുപാട് അഭിപ്രായങ്ങൾ ചരിത്ര ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിന് മദീനയിലെ മസ്ജിദ് ഉഹദ് മലയുടെ മുകളിലുണ്ട് ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ ഖബർ എന്നിവരെ പരാമർശമുണ്ട്. അപ്പം ഇതും അതിൽ പെട്ട അദ്ദേഹത്തിന്റെ ഖബർ പല ഭാഗങ്ങളിലുണ്ട് എന്ന് പറയുന്നതിൽ വരുന്ന ഒരു ഭാഗം ഇതും കൂടിയാണ്. ഏതായാലും ഒരു റൂമിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് നടക്കാനും മറ്റൊരു സ്ഥലത്തുണ്ട്. മരത്തിന്റെ മേൽക്കൂരയാണ്, അതിന്റെ അടിയിലാണ് ഒരു പട്ടൊക്കെ വിരിച്ചിട്ടുള്ള ഈ ഒരു ഖബറുള്ളത്. അതുപോലെ തന്നെ ഇത് അവരെ ജനാസ മറവ് ചെയ്ത ഒരു ഖബറല്ല, നേരെ മറിച്ചൊരു മക്കാമായിട്ടുള്ള ഏരിയ, അങ്ങനെ കുറെ വ്യത്യാസം. ഏതായാലും ഈ ഒരു സെന്റ് കത്രി അല്ലെങ്കിൽ നമ്മുടെ ഈ വാദിൽ മുഖദ്ദസ് തുവയിലെ ഒരു പ്രധാന ആകർഷണങ്ങളൊന്നാണ് ഈ ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ ഖബർ എന്ന് പറയുന്ന സംഭവം. ഇവിടുത്തെ ഈ ഒരു ദിൽ കൂടെ നോക്കിയാൽ നമുക്ക് അങ്ങ് ദൂരെ വാദിൽ മുഖദ്ദസ് എന്ത് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് കാണാൻ കഴിയും. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയായിട്ട് തിരഞ്ഞെടുക്കുകയും ബനു ഇസ്രായേലിലേക്ക്, അതായത് നമ്മളെ ഫിറഔന്റെ അടുത്തേക്കൊക്കെ നബിയായിട്ട് തീരുമാനിക്കുകയും ചെയ്ത സമയത്ത് അത് മൂസാ നബി അലൈഹി സ്വലാമിനെ അറിയിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തന്നിലേക്ക് നോക്കിയിട്ട് വാദിൽ മുഖദ്ദസ് എന്ത് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് കാണാൻ കഴിയും. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയായിട്ട് തിരഞ്ഞെടുക്കുകയും ബനു ഇസ്രായേലിലേക്ക്, അതായത് നമ്മളെ ഫിറഔന്റെ അടുത്തേക്കൊക്കെ നബിയായിട്ട് തീരുമാനിക്കുകയും ചെയ്ത സമയത്ത് അത് മൂസാ നബി അലൈഹി സ്വലാമിനെ അറിയിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തന്നിലേക്ക് നോക്കിയിട്ട് തനിക്കുള്ള ചെറിയ ചില കുറവുകളും കാര്യങ്ങളും അത് നികത്താൻ തന്റെ സഹോദരനായ ഹാറൂൻ എന്നിവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുകയാണ്, റബ്ബേ എന്ത് ചെയ്യണം, നീ എന്നെ നബിയാക്കിയതുപോലെ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു എൻ്റെ സഹോദരൻ ഹാറൂൻ എന്നിവരെന്ത് ചെയ്യണം, നീ എനിക്കൊരു വസീറായി, ഒരു മന്ത്രി ആയിക്കൊണ്ട് അല്ലെങ്കിൽ സഹായി ആയിക്കൊണ്ട് നീ തരണ റബ്ബേ. കാരണം അതിന് കാരണവും മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, അവർക്ക് സംസാരിക്കാനുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ്. മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം ആണെങ്കിൽ നന്നായി കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒരു സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു എനിക്കുള്ള സംസാരത്തിലുള്ള ആ ഒരു ചെറിയ ആ ഒരു ബുദ്ധിമുട്ട് അത് ഹാറൂൻ എൻ്റെ കൂടെ ഉണ്ട് നബി അലൈഹി സ്വലാം ഉണ്ടെങ്കിൽ അത് എനിക്ക് സഹായമാവും. അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാമിന് മറ്റൊരു സ്വഭാവം, ഇവർ രണ്ടും ജ്യേഷ്ഠന്മാർക്ക് രണ്ട് സ്വഭാവമാട്ടോ. അനിയനായ മൂസാ നബി അലൈഹി സ്വലാമിന് പെട്ടെന്ന് ദേഷ്യം വരും. അതായത് മൂസാ നബിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ മൊത്തം നമുക്ക് കാണാം, ഒരു കിബ്തികാരനായി അടിക്കുന്നു, അതേപോലെ തന്നെ എല്ലായിടത്തും പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ. നേരെ മറിച്ച് ഹാറൂൻ നബി അലൈഹി സ്വലാമിനാണെങ്കിലോ ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു. അതായത് ആരോടും ദേഷ്യം പിടിക്കാതെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചൂടാകുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഹാറൂൻ നബിക്ക് എന്തില്ല, അങ്ങനെ ഒരു സ്വഭാവമില്ല, സ്വഭാവമായിട്ടും ജ്യേഷ്ഠനാണ്. അപ്പോൾ അവരെ കിട്ടിയാൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ഒരു സമുദായത്തിനെ നയിക്കുമ്പോൾ രണ്ടും കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. എനിക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്നൊന്ന് ഇത് ചെയ്യുക. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാമിന് അങ്ങനെയും ഒരു ഗുണമുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം നല്ല വെളുത്ത് തുടുത്തിട്ടുള്ള നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്ന, കണ്ടാൽ തന്നെ ആൾക്കാർ ബഹുമാനിക്കപ്പെടുന്ന ഒരു രൂപമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം ഒരു ഇരുനിറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് പണ്ഡിതർ പറയുന്ന കാരണങ്ങളാട്ടോ. അതായത് എന്തുകൊണ്ടാണ് ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ മൂസാ നബി അലൈഹി സ്വലാം സഹായിയായിട്ട് വെക്കുകയും വസീറാക്കണം എന്നുള്ളവരോട് പറയുകയൊക്കെ ചെയ്തു. തൻ്റെ ചില കുറവുകളൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഹാറൂൻ നബി എന്നുള്ളതുകൊണ്ട് നമ്മൾ രണ്ടുപേരും നിന്നാൽ ആ കുറവുകളൊക്കെ മായ്ക്കപ്പെട്ട് എന്ത് ചെയ്യും, ഫിറഔനെ പോലത്തെ ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ അത് തനിക്ക് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത്ര മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തന്റെ സഹോദരനായ ഹാറൂൻ നബിയെ തന്റെ സഹായിയും വസീറും ഒക്കെ, മന്ത്രി എന്നാണ് വസീറിന്റെ അർത്ഥം, ഒരു സഹായി, എനിക്ക് എല്ലാ കാര്യത്തിനും ഉപകാരപ്പെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ തന്നെ ആക്കണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവരെ നബിയാക്കുകയും അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ എല്ലാ വിഷയത്തിലും, അതായത് ഫിറഔനെ പോയി കാണുന്നതിലായിട്ടും, അതേപോലെ അവരുടെ മുഅ്ജിസത്ത് വടിയിടുമ്പോൾ പാമ്പാവുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ബനു ഇസ്രായേലിനുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ചെങ്കടൽ അടിക്കുകയും, അതായത് സമുദ്രം പിളർക്കുകയും മറ്റൊക്കെ ചെയ്ത സംഭവം, ഏറ്റവും സെറ്റ് കാര്യങ്ങൾ എപ്പോഴും മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് മഹാനായ ഹാറൂൻ
നബി അലൈഹി സ്വലാം. അതുപോലെ തന്നെ ഈ ഒരു താഴ്വരയിൽ അല്ലെങ്കിൽ വാദി മുഖദ്ദസ് എന്ന് പറയുന്ന ഈ ഒരു താഴ്വരയിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം വരികയും തന്റെ ബനൂ ഇസ്രായേൽ തന്റെ ആ ഒരു സമുദായത്തെ ഈ ഒരു താഴ്വരയിൽ നിർത്തിക്കൊണ്ട് 40 ദിവസത്തെ ഇതിന് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി മലന്റെ മുകളിലേക്ക് പോവുകയും ചെയ്ത സമയത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാമിനായിരുന്നു ഈ ഒരു ബനൂ ഇസ്രായേലിന്റെ ചുമതല കേൾപ്പിച്ചിരുന്നത്. അങ്ങനെ അന്ന് ഹാറൂൻ നബി അലൈഹി സ്വലാം വരെ നോക്കുന്ന സമയത്താണ് സാമിരി എന്ന് പറയുന്ന അയാൾ എന്ത് ചെയ്തു, ഒരു സ്വർണം കൊണ്ടൊരു കാളക്കുട്ടീനെ ഉണ്ടാക്കുകയും അതൊരു ദൈവമാണ് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള എന്ത് ചെയ്ത് 2 വിഭാഗമായിരുന്നു ബനൂ ഇസ്രായേൽ. അള്ളാഹുവിനെ ആരാധിക്കുന്നവരും ഈ സാമിരി ഉണ്ടാക്കിയ കാളക്കുട്ടീനെ ആരാധിക്കുന്നവരും. പിന്നീട് എന്ത് ചെയ്തു, അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാം മൂസാ നബി ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അടി കടന്നില്ല. പക്ഷേ ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു ലയ്യനായ സ്വഭാവം, ഒരു നല്ല സ്വഭാവം കാരണം അവരതിനെ എതിർക്കുകയും 2 വിഭാഗമാക്കാതെ അങ്ങനെ ഒരു പ്രശ്നം മൂസാ നബി വരുന്നവരെ സമുദായത്തെ നോക്കുക എന്നുള്ള ചുമതല മാത്രം അവർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് പിന്നെ ഖുർആനിൽ പറയുന്നത് അതായത് മൂസാ നബി അലൈഹി തിരിച്ചു വന്നപ്പോൾ ഈ ഒരു രംഗങ്ങളെ കണ്ടിട്ട് ദേഷ്യം പിടിക്കുകയും അതായത് മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ ദാടിയും മുടിയൊക്കെ മുഖക്കോടെ തലക്കോടെ പിടിച്ച് ഇതാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ദേഷ്യം പിടിച്ചിട്ട്. അപ്പോഴാണ് അവർ പറഞ്ഞത്, എന്ത് എന്നെ അതിൽ കൂട്ടരുത്, ഞാൻ എന്ത് ചെയ്യരുത്, 2 സമുദായം നിങ്ങൾ വരുന്നവരെ എന്ത് ചെയ്യരുത്, ഇവർ 2 സമുദായമായിട്ട് മാറരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എന്ത് ചെയ്ത് ക്ഷമിച്ചു നിന്നതാണ്, എന്നെ എന്ത് ചെയ്യരുത് ആ കൂട്ടത്തിൽ പെടുത്തരുത്, ഞാൻ അതിനെ ആരാധിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നടന്ന തൂരിസീന അല്ലെങ്കിൽ വാദി മുഖദ്ദസ് തുവ എന്നൊക്കെ പറയുന്ന ഏരിയയിലുള്ള ഒരു കുന്നിന്റെ മുകളിലുള്ള മഹാനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ മക്ബറ എന്ന് പറയുന്ന അല്ലെങ്കിൽ മക്കാമ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കുന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് പോയാലാണ് നമ്മുടെ സാമിരി സ്വർണം കൊണ്ട് മറ്റേ കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലമുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മക്കാം, ഒരു പഴയ കെട്ടാണ്, മുകളിലൊക്കെ മരത്തിൻ്റെത് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഓൾഡ് സംഭവമാണ്. കുറേ മുസല്ലും കാര്യങ്ങളൊക്കെ ആരൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതേപോലെ ഈ കാണുന്ന രീതിയിലാണ് മക്കാമും അല്ലെങ്കിൽ മക്ബറ അല്ലെങ്കിൽ മക്കാമൊക്കെ ഉള്ളത്. ചെറിയ ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാതിരിയുള്ളൊരു മക്ബറിൻ്റെ ഒരു ഷേപ്പ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.